നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധവാദ ദുനിയാവിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനസ്സ്. ഈ ലോകത്ത് നമ്മൾ എത്രയേറെ സമ്പാദിച്ചാലും, എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും, എത്രയൊക്കെ അധികാരങ്ങൾ നമുക്കുണ്ടെങ്കിലും, നാളെ റബ്ബിന്റെ മുൻപിലേക്കുള്ള യാത്ര ഈ ലോകത്തുള്ള ഒരു പണമോ അധികാരമോ നമ്മളെ ആഗ്രഹങ്ങളോ അള്ളാഹുവിനെ കൊണ്ട് തിരുത്തിക്കുന്നില്ല. അങ്ങനെ തിരുത്തിക്കുമായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു മരണവാർത്ത നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. 5 വർഷങ്ങൾക്കപ്പുറം പ്രവാസിയായി വാപ്പാന്റെ പേരിലുള്ള കടബാധ്യതകൾ 3% വീട്ടി നാട്ടിലൊരു തറയിട്ട ചെറുപ്പക്കാരൻ കരിപ്പൂരിലേക്ക് വിമാനം കയറുമ്പോ ആ മകനെ കൂട്ടാൻ ചെല്ലുന്നത് വൃദ്ധരായ മാതാപിതാക്കളും 5 വർഷത്തെ വിരഹം പേറിയ ഒരു പെണ്ണും 2 പൈതലു മക്കളുമാണ്. കരിപ്പൂര് വിമാനത്താവളത്തിലേക്ക് വിമാനമിറങ്ങിയപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനോട് നമ്മൾ കരിപ്പൂരെത്തില്ലേ എന്ന ആഹ്ലാദത്തോടെ ചോദിച്ച ആ ചെറുപ്പക്കാരൻ സീറ്റിലേക്ക് ചാരിക്കടന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആ വിമാനത്തിലെ 148 യാത്രക്കാരും പുറത്തേക്കിറങ്ങി. ഈ ചെറുപ്പക്കാരന്റെ സീറ്റിൽ അവൻ ചാരിക്കടക്കുന്നു. പിന്നീട് പുറമെയുള്ള കുടുംബം അറിയുന്നത് അവർക്ക് മുൻപിലൂടെ ഒരു ആംബുലൻസ് ചീറിപ്പായുന്നതാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഉദ്യോഗസ്ഥന്മാര് കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി. താലൂക്ക് ആശുപത്രിയുടെ ഐസിയുവിന്റെ മുൻപിൽ ഒരു സ്ട്രക്ചറിൽ ഒരായുസ് കൊണ്ട് കുടുംബത്തിന്റെ ഭാരം തലയിലേറ്റാൻ വേണ്ടി വെപ്രാളപ്പെട്ട് പുറപ്പെട്ട മകന്റെ മയ്യത്ത് കണ്ട് ആ വാപ്പ കരഞ്ഞ കരച്ചിൽ ഇന്നും ആ നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട്. ആ മയ്യത്ത് കെട്ടിപ്പിടിച്ച് വാപ്പ ചോദിച്ച ഒരു ചോദ്യം എങ്ങനെയായിരുന്നു? പടച്ചോനെ, എന്തിനാ എന്റെ മോനെ കൊണ്ടുപോയത്? എനക്ക് ഇന്നെ കൊണ്ടുപോയാ പോരായിരുന്നോ? ഞാനല്ലേ പടച്ചോനെ വയസ്സൻ? ഇന്നെ കൊണ്ടല്ലേ റബ്ബെ ഒരു ഗുണമില്ലാത്ത? എന്തിനാ പടച്ചോനെ എങ്ങിന്റെ പേരക്കുട്ടികളെ എത്തിമാക്കിയത്? എന്തിനാ സാധു കുട്ടീനെങ്ങി വിധവയാക്കിയത്? എന്തിനാ പടച്ചോനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു വാപ്പ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് സ്വപ്നം മനസ്സിലുണ്ടെങ്കിലും ഏതോ ഒരു നിമിഷം അള്ളാഹു നമ്മളെ അങ്ങ് കൊണ്ടുപോകും. അതിനർത്ഥം ഈ ദുനിയാവ് നശ്വരമാണ്.